ഹായ് ഫ്രണ്ട്സ്, നമുക്കറിയാം NMC റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് MBBS പഠിക്കാൻ സാധിക്കുന്ന ഒരു രാജ്യമാണല്ലോ ഉസ്ബെക്കിസ്ഥാൻ. അപ്പോൾ നമുക്കിന്ന് ഉസ്ബെക്കിസ്ഥാനിലെ ടോപ്പ് 3 പൊസിഷനിൽ വരുന്ന ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്താലോ. ആദ്യത്തേത് സമർക്കണ്ട് സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഉസ്ബെക്കിസ്ഥാനിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണിത്. ഇവിടെ ധാരാളം മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. WFME, ECFMG അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ധൈര്യമായി MBBS പഠിക്കാം. നെക്സ്റ്റ്, ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത്. ഈ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണിത്. കൂടാതെ കേരളത്തിൽ നിന്നുള്ള ഡോക്ടേഴ്സും ഇവിടെ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇനി ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫർഗാന ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ജസ്റ്റ് ഒരു 15 മിനിറ്റ് മാത്രമേ യൂണിവേഴ്സിറ്റിയിലെത്തിക്ക് ദൂരം വരുന്നുള്ളൂ. ECFMG, WFME തുടങ്ങി എല്ലാ അക്രഡിറ്റേഷനും ലഭിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് MBBS പഠിക്കാൻ തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഈ യൂണിവേഴ്സിറ്റി. ഇനി മൂന്നാമത്തെ പൊസിഷനിൽ വരുന്നത് തഷ്യൻ പീഡിയാട്രിക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഉസ്ബെക്കിസ്ഥാന്റെ ക്യാപിറ്റൽ സിറ്റിയായ തഷ്യന്റിലാണ് ഈ യൂണിവേഴ്സിറ്റി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ധാരാളം ഇന്ത്യൻ സ്റ്റുഡൻസും ഇവിടെ MBBS പഠിക്കുന്നുണ്ട്. തഷ്യന്റിൽ MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന WFME, ECFMG അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുള്ള ഒരു മികച്ച യൂണിവേഴ്സിറ്റിയാണിത്. നിങ്ങൾ പഠനത്തിനായി ഒരു യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ ഇന്ത്യൻ ഫാക്കൽറ്റീസ് അവൈലബിൾ ആണോ, ഏജൻസി യൂണിവേഴ്സിറ്റിയുടെ ഡയറക്റ്റ് റെപ്രസെന്റേറ്റീവ് ആണോ, ECFMG, WFME തുടങ്ങി എല്ലാ അക്രഡിറ്റേഷനും ലഭിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണോ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് വിശദമായി അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം മാത്രം അഡ്മിഷൻ നേടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാനും ഒപ്പം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.